Hi, well, welcome. I'm sure we'll have a great afternoon. Just a few rules before we start. Ooh. Take a seat, please. Yeah, sure. It holds 34,000. Talking now about 50, 60 years ago when that was there. Now we've got 4 small scoreboards. A little black area there. Scoreboard, something similar in each corner. And people often ask why haven't we got a big TV screen? സർ റിലക്സിൻ്റെ കോട്ടണിൽ നെയ്തെടുത്ത സാധനം. അതാണ് സ്ട്രെറ്റ്ഫോർഡിൻ്റെ അൾട്രകളൊക്കെ കയറി നിൽക്കുന്ന സ്ഥലം. നല്ല ജൈജാൻറ്റിക്കാണ്. ഐ മീൻ കിടിലം അറ്റ്മോസ്ഫിയർ, ഒന്നും പറയില്ല. ഇവിടെയൊക്കെ വന്ന് കാട്ടാവരാതം കളി കളിക്കുന്നവർ പറഞ്ഞാൽ മതിയല്ലോ. ബസ്ബി ബേബ്സും ബസ്ബി ബേബ്സിൻ്റെ കഥകളും മ്യൂണിക് ദുരന്തവും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമായിരുന്നു. ഇപ്പോൾ ഇതാണ് ബോബി ചാൾട്ടൻ്റെ ഒരു ടൈം ലൈനായിട്ട് കാണിക്കുക. അടുത്ത ഡ്രസ്സിങ് റൂമിലോട്ട് പോവാം. അതാണ് നമ്മുടെ കറണ്ട് ഡ്രസ്സിങ് റൂം. എല്ലാവരും ഉണ്ട്. ബ്രൂണോ, ഷോ മഗ്വയർ, ഡയലോ, ഡിലീറ്റ്, എല്ലാവരും ഉണ്ട്. മെനു, ലൈവ് ഫ്രം മാൻ യുണൈറ്റഡ് ഡ്രസ്സിംഗ് റൂം. ഞങ്ങൾ രണ്ട് ടീമായിട്ട് നിർത്തിയിരിക്കുക. എന്നിട്ട് നമ്മളിപ്പം എന്ത് ചെയ്യും, ഒരു സോങ് ഇടുമ്പോൾ കൺട്രി റോഡ്സ് ഇടുമ്പോഴത്തേക്കും നമ്മൾ യു ഷുഡ് വാക്ക് ഡൗൺ ദ ടണൽ എന്നാണ് പറയുന്നത്. ഒരു പ്രാവശ്യം കണ്ടാണെങ്കിലും കാണുമ്പോഴൊക്കെ ഒരു വൗ ഫാക്ടർ ഉണ്ട് കേട്ടോ. നന്നായിട്ട് ടണലിൻ്റെ അകത്തൂടെ പ്ലേയേഴ്സ് ഇറങ്ങാം. ആഹാ, നല്ല ഫീൽ, ഒരു രക്ഷയില്ല. അവിടെ കാണാൻ പറ്റുന്നറിയില്ല. അവിടെയാണ് കമൻറ്റേറ്റേഴ്സൊക്കെ നിൽക്കുന്നത്. വൈക്കിനൊക്കെ അവിടെ കിടന്നിട്ട് കുണകുണൊക്കെ അടിക്കുന്ന അവിടെ നിന്നാണെന്നാണ് പറയുന്നത്. അതാണ് ടണൽ. ഞാൻ നേരത്തെ നടന്നു വന്നതാണ്. ഇത് ഗ്രാസൊക്കെ ഫൈബറാണ് എന്ന് പറയുന്നു. വെള്ളം തെളിക്കുന്നു. പിന്നെ നമ്മൾ പ്ലെയർ ഡഗ് ഔട്ടിലോട്ട് പോവാണ്. സബ്സ്റ്റിറ്റ്യൂട്ട്സും ടെക്നിക്കൽ സ്പേസും ഒക്കെ ആയിട്ടുള്ള സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. നമുക്കവിടെ പോയി ഇരിക്കാമെന്നാണ് പറയുന്നത്. അതേ പറഞ്ഞാൽ നിങ്ങളൊരു മാൻ യുണൈറ്റഡ് ആരാധകനാണെങ്കിൽ അതൊന്ന് കാണേണ്ട സ്ഥലം തന്നെയാണ്. ഡഗ് ഔട്ട്, എവേ ടീം ഇരിക്കുന്നത്, ഹോം ടീം. ഇതാണ് ടെക്നിക്കൽ ഏരിയ. മാനേജേഴ്സൊക്കെ നിൽക്കുന്നത് 2 പേരെ വരച്ചിരിക്കുന്നുണ്ടോ. ഇനി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് വാമപ്പ് ചെയ്യുന്നതും. സ്ട്രെറ്റ്ഫോർഡിലാണ് അൾട്രകളെല്ലാം ഉള്ളത് കേട്ടോ. അത് സർ അലക്സ് ഫെർഗൂസൺ സ്റ്റാൻഡ്. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളിയുടെ പരിപാടി കഴിഞ്ഞു. ഇനി പ്രസ് കോൺഫറൻസ് റൂമിലോട്ടാണ് പോകുന്നത്. പുല്ലി തൊടണമെന്നൊക്കെ അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ തൊട്ടാൽ പിടി വെളി കളയും എന്നുള്ളത് കൊണ്ടും പിന്നെ ചെയ്യരുതെന്ന് പറഞ്ഞത് ചെയ്യുന്നത് നല്ലതുമല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ പുല്ലിൽ തൊടുന്നില്ല. പക്ഷേ ഇതാണ് സ്റ്റാൻസ്, ഇതാണ് എവേ ടീമിൻ്റെ ഡഗ് ഔട്ട്. നമ്മൾ വിട പറയുന്നു, ഓൾഡ് ട്രാഫോർഡിനോട് വിട പറയുന്നു. യെസ്, ദാറ്റ്സ് ഇറ്റ്. നമ്മൾ പ്രസ് കോൺഫറൻസ്, അമോർമിനെയൊക്കെ ഇട്ട് ഗ്രില്ല് ചെയ്യുന്ന സ്ഥലം. എന്തിനാണ് ഇപ്പോഴും ബ്രോണോനെ വെട്ടിക്കളിപ്പിക്കുന്നത് പറയുമോ? എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ? മൈനുവിനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ? ഇവിടെ നിന്നാണ് ഗ്രില്ല് വരുന്നത്. ഓരോ
മീഡിയ തെണ്ടികൾ കുറേ ആയിട്ട് ചൊറിയുന്നത് ഇവിടെയാണ്. ഞാനാണ് ഇന്നത്തെ പ്രസ് റൂം. അപ്പാരൻ്റ്ലി പ്രസ് കോൺഫറൻസ് റൂമിലാണ് ഇവർ പണ്ട് സൈനിങ്സിനെയൊക്കെ കൊണ്ടുവന്നിട്ടിരുന്നത്. ഇപ്പോൾ എല്ലാം സോഷ്യൽ മീഡിയ അല്ലോ. ഇനി ബിസിനസ് ഇവർ നേരെ നമ്മളെ കൊണ്ട് മെഗാ സ്റ്റോറിലോട്ട് കയറിയിട്ടുണ്ട്. കാശൊക്കെ നോക്കിയിട്ട് എല്ലാവർക്കും പറഞ്ഞുതരാം. ഓക്കെ. ഹോം കിറ്റിന് 120 പൗണ്ടാണ്, ഏകദേശം ഒരു 13,000 രൂപ അടുപ്പിച്ച് നോട്ടിക്കും. അപ്പോൾ അത്രയ്ക്ക് എൻ്റെ ഉണ്ണി വളർന്നിട്ടില്ല, അതുകൊണ്ട് വാങ്ങുന്നൊന്നുമില്ല. എനിക്ക് കുറച്ച് ജാക്കറ്റ് നോക്കിയിട്ടുള്ളുണ്ട്, അതിനും കാശായിരിക്കും, ഒഫീഷ്യൽ സ്റ്റോർ ആയതുകൊണ്ട്. ബട്ട് മൊത്തത്തിൽ ഒരുപാട് പ്രൊഡക്ട്സ് കാണാൻ പറ്റി, ആണ് ഇവിടുത്തെ മെയിൻ. പ്രസ് കോൺഫറൻസിനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ആയിരുന്നു 2002 വരെ പ്ലെയേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ഫസ്റ്റ് ഏതോ ഡബ്ലിംഗ് എന്ന് പറഞ്ഞൊരു പ്ലെയർ, പക്ഷേ അൺഫോർച്യുനേറ്റ്ലി പുള്ളി ഇഞ്ചേർഡായി കളിക്കാൻ പറ്റാതൊക്കെ ആയി കുറേയൊക്കെ. പിന്നെ രണ്ടാമത് വന്ന സൈനിങ് ആണ് അവിടെ എറിക് കാന്റോണ. അപ്പോൾ പീപ്പിൾ ഡു കൺസിഡർ ഹിം ആസ് ദ ബെസ്റ്റ് സൈനിങ് ഓഫ് സർ അലക്സ്. അതുപോലെ തന്നെ പിന്നീട് അത് എപ്പം നിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ 2002 കഴിഞ്ഞിട്ട് റിയോ ഫെർഡിനാൻഡിനെ സൈൻ ചെയ്ത സമയത്ത് റിയോ ഫെർഡിനാൻഡ് 30 മില്യൺ പൗണ്ട്സിന് ആ സമയത്തെ വേൾഡിലെ ഏറ്റവും എക്സ്പെൻസീവ് ഡിഫൻഡർ ആയതുകൊണ്ടും കൂടെ അന്ന് അവർക്ക് ഈ റൂമിൽ എല്ലാ മീഡിയാസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാതായി. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് ഇവർ നേരെ കാരിങ്ടണിലോട്ടായി, സൈനിങ് ചെയ്യാൻ വേണ്ടി കാരിങ്ടണിലോട്ട് പോയി. അന്ന് മുതൽ എല്ലാ സൈനിങ്സും വരുന്നതും പ്രസ് കോൺഫറൻസ് നടത്തുന്നതും സൈനിങ്സിനെ റിവീൽ ചെയ്യുന്നതും ഒക്കെ കാരിങ്ടണിലാണ്. ഇത് ജസ്റ്റ് പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസ് മാത്രമായിട്ട് ഒതുങ്ങി. സോ അതാണ് അതിൻ്റെ ഐതിഹ്യം. അപ്പോൾ ഇനി നമുക്ക് മ്യൂസിയം ഒന്ന് മര്യാദയ്ക്ക് കാണാം. നേരത്തെ നമ്മൾ സ്റ്റേഡിയം ടൂറിലോട്ടുള്ള ഓട്ടത്തിലായിരുന്നു.